ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കപ്പലണ്ടി കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, പീനട്ട്. അപ്പോൾ അത് നാളികേരം കുറച്ച് കുറവായിട്ട് എടുത്തു, കപ്പലണ്ടി കുറച്ച് കൂടുതലെടുത്തു. ഇപ്പോൾ നാളികേരത്തിനൊക്കെ വില കൂടുതലല്ലേ, അപ്പോൾ കുറച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തേങ്ങയുടെ വില കൂടിയത് കാരണം ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വിചാരിച്ചിരിക്കണ്ട കേട്ടോ. കപ്പലണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് നാളികേരം മതി, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് കപ്പലണ്ടി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ കപ്പലണ്ടിയൊക്കെ വറുത്ത് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കില്ലേ, അതേപോലെ ആ ടേസ്റ്റിൽ വരണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാകമായിട്ട് വറുത്തെടുക്കണം. ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് വറ്റൽമുളക് ചേർക്കുക കേട്ടോ. അപ്പോൾ എരിവ് കൂടിയതും പിന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എരിവ് കൂടിയ മുളകില്ലേ, അത് കളറ് പെട്ടെന്ന് മാറി വരും. അത് കാരണം അത് ഞാനൊന്ന് മാറ്റി വെച്ചു കേട്ടോ, 3-4 എണ്ണം. പിന്നെ ഒരു കഷ്ണം നാളികേരം കേട്ടോ. അത് ഈ ചിരട്ടയിൽ നിന്ന് വിട്ട് വന്ന നാളികേരമില്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ട്, അപ്പോൾ അത് ഞാൻ നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ടതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/2 സ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കൂട്ടത്തിൽ വറുത്തെടുക്കാം. ഇനി ആവശ്യത്തിന് പുളി കേട്ടോ, ഒരു നെല്ലിക്ക സൈസിലുള്ള പുളിയായാലും മതിയാവും. അതും നമുക്കൊന്ന് അതിൻ്റെ കൂട്ടത്തിലൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്ന വറ്റൽമുളകില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ആ കപ്പലണ്ടിയുടെ തോലൊക്കെ നമുക്കൊന്ന് കളഞ്ഞു വെക്കണം കേട്ടോ. കാരണം ഇത് ചൂടാറി കഴിഞ്ഞിട്ടല്ലേ പൊടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് ആ കപ്പലണ്ടിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചത് മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതും കൂടി ചേർത്ത് പിന്നെ കൂട്ടത്തിൽ കപ്പലണ്ടിയും കൂടി ഇട്ട് പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കേണ്ടി കേട്ടോ ഞാൻ. കാരണം അത് ഇഷ്ടമുള്ളവർക്ക് മതി കേട്ടോ, ഇല്ലാത്തവർ മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്തു, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നൈസായിട്ട് അങ്ങനെ പൊടിയില്ല കേട്ടോ, കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടിയിൽ നിന്നും പിന്നെ ആ കൊപ്രയിൽ നിന്നൊക്കെ നാളികേരത്തിൻ്റെ ആ ഓയിലൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അങ്ങനെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഊണിനോ അല്ലെങ്കിൽ നമുക്ക് ദോശയ്ക്കോ ഒക്കെ എന്തിനു വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. ട്രാവൽ പോകുമ്പോൾ കൊണ്ടുപോകാം, ബാച്ചിലേഴ്സിനെ കൊണ്ടുപോകാൻ നല്ലതാണ്. അങ്ങനെ അടിപൊളി ചമ്മന്തിപ്പൊടി റെഡിയായി. ഇനി ഇത് ചൂടാറിയിട്ട് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയെന്ന് കരുതി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാതെ ഇരിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പൊടിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.